നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയാണ് പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫ് കളിക്കുമോ എന്നുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ LSGയെ ശ്രേയസിൻ്റെ കിടിലൻ ഇന്നിങ്സിൻ്റെ കരുത്തിൽ തകർത്തെങ്കിലും ഇന്ന് രാജസ്ഥാൻ മുംബൈയോടും അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനോടും തോറ്റാൽ തന്നെ പഞ്ചാബിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ആദ്യത്തെ മത്സരം രാജസ്ഥാൻ മുംബൈയോട് തോറ്റായാലും കഥ അവിടെ കൊണ്ടൊന്നും തീരില്ല. അടുത്ത മത്സരമായ ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് KKR മത്സരം കഴിയുന്നവരെ പഞ്ചാബിന് കാത്തിരിക്കേണ്ടി വരും. കാരണം ഡൽഹി ക്യാപിറ്റൽസിനോട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തോറ്റാൽ തന്നെയാണ് പഞ്ചാബിന് പ്ലേ ഓഫിലെത്താൻ സാധിക്കുക. ഒരുപക്ഷെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹിയെ തോൽപ്പിക്കുകയാണെങ്കിൽ അത് നേരിയ മാർജിനിൽ തോൽപ്പിച്ചാൽ പഞ്ചാബിന് പ്ലേ ഓഫ് എടുക്കാം. പഞ്ചാബിന് കൊൽക്കത്തയേക്കാൾ റൺ റേറ്റ് കൂടുതലാണ്. റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പഞ്ചാബിന് പ്ലേ ഓഫ് കളിക്കാവുന്നതാണ്. നമ്മൾ ക്രിക്കറ്റ് പ്രേമികളൊക്കെ ആഗ്രഹിക്കുന്നത് പഞ്ചാബിനൊരു കപ്പ് കിട്ടട്ടെ എന്നാണ്. അതായത് ഇതുവരെ കിരീടം നേടാത്ത ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ്. അപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ 2-3 സീസണിലാണ് അവർ പ്ലേ ഓഫ് കടന്നിട്ടുള്ളത്. 2008-ലും 2014-ലും പിന്നെ കഴിഞ്ഞ സീസണിൽ 2025-ലും. 2014 അന്ന് കൊൽക്കത്തയോട് ഫൈനലിൽ തോറ്റാണ് അവർ കിരീടം എന്ന സ്വപ്നം ഇല്ലാതായത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരിനോടും തോറ്റ് അവരുടെ കിരീടമോഹം അവസാനിക്കുകയായിരുന്നു. അപ്പോൾ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഒന്ന് ഫോളോ ചെയ്യുക.